ഗസയിൽ നിരന്തരമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞ 9 മാസമായി തുടരുകയാണ് ഇസ്രയേൽ. അപ്പോൾ ഫലസ്തീനിലെ ഹമാസിൻ്റെ നേതാക്കളെ, അവരുടെ സോൾജിയേഴ്സിനെ എല്ലാം കൊന്നൊടുക്കിയിട്ട് ഞങ്ങളിത് അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേലിൻ്റെ ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് ലീഡേഴ്സിൽ ഒരാളെ കൊല്ലാനായി ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഇന്നലെ വലിയ കാഷ്വാലിറ്റി ഉണ്ടായത്. ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോൾ നെതന്യാഹു പറഞ്ഞു ദെയ്ഫ് കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയില്ല എന്നാണ്. ഇതിന് മുമ്പ് അവർ ഹമാസ് ലീഡറെ കൊന്നിരുന്നു. പിന്നെ യഹ്യ സിൻവാറിനെ പോലുള്ള ആൾക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോഴും അവരുടെ ഓപ്പറേഷൻസ് ആൻഡ് റെയ്ഡ്സ് തുടരുകയാണ്. പക്ഷേ അവർക്ക് ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്ന ഹമാസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ, അവരുടെ മിലിറ്ററി ചീഫ്മാർ, അവരിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാകും. ദിവസം ഈ ദെയ്ഫ് എന്ന് പറയുന്ന ആളുടെ ഒരു ഹമാസിലെ സവിശേഷത, ഇതിനു മുമ്പ് അയാൾ അതിജയിച്ചിട്ടുള്ള ഈ അസാസിനേഷൻ ഓപ്പറേഷൻസ്, അതിൻ്റെ ഒരു കഥ എന്താണ്? മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ടാർഗറ്റ്, പ്രൈം ടാർഗറ്റുകളൊന്നാണ്. ഇപ്പോൾ ഇസ്രായേൽ എല്ലാ ദിവസവും ഗസയ്ക്ക് മേലെ ഈ ഹെലികോപ്റ്റർ വന്നിട്ട് മില്യൺ കണക്കിന് ലഘുലേഖകൾ വിതരണം ചെയ്യും. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അറബിയുള്ള ലഘുലേഖകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു ലഘുലേഖ ഇതാണ്: ഓരോ നേതാവിൻ്റെയും തലയുടെ വില. യഹ്യ സിൻവാർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ, പിന്നെ മൂന്നാമത് ദെയ്ഫിൻ്റെ പേരാണ് ഉണ്ടാകുക. പിന്നെയും വേറെ നേതാക്കന്മാരുടെ പേരുണ്ടാകും. $ഇത്ര മില്യൺ, $ഇത്ര മില്യൺ. ഓരോ ആളെക്കുറിച്ചും അവരുടെ വെയർബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും വിവരം തന്നാൽ $ഇത്ര മില്യൺ തരാം എന്ന് പറഞ്ഞുള്ള ലഘുലേഖകൾ എല്ലാ ദിവസവും ഇസ്രായേൽ വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഹമാസ് ലീഡർഷിപ്പിനെ കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവർ പ്രഖ്യാപിച്ച പദ്ധതിയാണ്, അല്ലാതെ രഹസ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത്തവണ ഉണ്ടായ ഒരു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലസ്തീൻ ടെറിട്ടറിക്ക് പുറത്തും ഞങ്ങൾ പോയി അവരെ കൊല്ലും. അത് വലിയ വിവാദമായതായിരുന്നു. ടർക്കിയിലും ദോഹയിലൊക്കെയുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞത് വലിയ അന്താരാഷ്ട്ര തന്നെ വലിയ വിവാദമായിരുന്നു. അത് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിനെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഹമാസിൻ്റെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ട നേതാക്കളാണുള്ളത്. അതിലേറ്റവും പ്രധാനം ഹമാസിൻ്റെ ഫൗണ്ടർ തന്നെയായിട്ടുള്ള അഹമ്മദ് യാസീൻ. 2004 മാർച്ചിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അഹമ്മദ് യാസീൻ്റെ മരണം അതിഭയങ്കരമായ ഷോക്ക് വേവ് അറബ് ലോകത്തുണ്ടായതാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത ജനം ആധുനിക ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു മയ്യത്ത് നമസ്കാരം എന്നാണ് അതേക്കുറിച്ച് പറയുന്നത്. അത്രയധികം ഫലസ്തീനിൽ മാത്രമല്ല ലോകത്ത് തന്നെ അത്രയും അധികം സ്വീകരിക്കപ്പെട്ടൊരു നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ 2004 മാർച്ച് 22 അദ്ദേഹം വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന ആളാണ്. വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വീൽ ചെയറിലാണ് ബോംബ് വന്ന് വീഴുന്നത്. F-16 വിമാനം ഉപയോഗിച്ച് ഒരു വീൽ ചെയറിനെ ആക്രമിക്കുക എന്ന് പറയുന്ന ലോകത്തെ അസാധാരണമായ സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഡോക്ടർ അഹമ്മദ് റന്തീസി. ഈ അഹമ്മദ് റന്തീസി ഗസയിലെ ഏറ്റവും പ്രസിദ്ധനായുള്ള ഒരു പീഡിയാട്രിക് സർജൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്ത ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ഈ കട്ടിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കട്ടിലിൽ കിടന്ന് ഉപ്പുറ്റികൾ തമ്മിലുരസി വിവശനായി മരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പാഷയിൽ നിന്നോ F-16 നിന്നോ വരുന്ന ഒരു മിസൈലിനാൽ കൊല്ലപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേതൃത്വം ഏറ്റെടുക്കുന്നത്. മാർച്ച് 22 ഏപ്രിൽ ആകുമ്പോഴേക്ക് അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചത്തെ ഇടവേളയിൽ ഏറ്റവും സമുന്നതരായ 2 നേതാക്കന്മാരെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഹമാസിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിലക്കുള്ള നേതാക്കന്മാരെ വധിക്കുന്ന ഒരു അതുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രത്തിന് ചെയ്യാന്ന് വെച്ചാൽ അതൊരു സ്ട്രാറ്റജിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് പല സ്ഥലങ്ങളിലും വിജയിച്ചൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പം പ്രഭാകരൻ കൊല്ലപ്പെടുന്നതോടുകൂടി നിഷാദ് LTTയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. പ്രഭാകരൻ ഇല്ലാതാവുന്നതോടുകൂടി LTT ഇല്ലാതാവുന്നുണ്ട്. ഭിന്ദ്രംവാല കൊല്ലപ്പെടുന്നതോടുകൂടി പിന്നെ ഖലിസ്ഥാൻ മൂവ്മെൻറ്റ് പ്രാക്ടിക്കലി ഐഡിയോളജിക്കൽ ലെവലിൽ ഇപ്പോൾ കാനഡയിലും ബ്രിട്ടനിലൊക്കെ ആയിട്ട് അവരുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി പഞ്ചാബിൽ അതില്ലാതാവുന്നു. അപ്പം ടോപ്പ് ലീഡേഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ മൂവ്മെൻറ്റിനെ, പ്രത്യേകിച്ച് ഈ സ്വഭാവത്തിലുള്ള മിലിറ്റൻ്റ് മൂവ്മെൻറ്റിനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത് ലോകത്ത് പ്രാക്ടീസ് ചെയ്യപ്പെട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഹമാസിൻ്റെ കാര്യത്തിൽ അത് ഫലവത്തായിട്ടില്ല. ഒന്നല്ല ഡസൻ കണക്കിന് നേതാക്കന്മാർ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ തന്നെ ബെയ്റൂത്തിൽ അവർ ബോംബിട്ടിട്ട് അവരുടെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള അൽ അറൂറിയെ കൊല്ലുന്നുണ്ട്. ഖാലിദ് മിഷേലിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം ഈ ഖാൻ യൂനിസിൽ ബോംബിടുമ്പോൾ അതിൻ്റെ വിഷ്വൽ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചുള്ള അപൂർവമായിട്ടുള്ളൊരു ബോംബായിരിക്കണം. കാരണം
അതിഭയങ്കരമായിട്ടുള്ളൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഈ ബോംബ് വന്ന് വീണ സ്ഥലത്ത്. 90 ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഹരശേഷി എത്രയാണ്, അതിൻ്റെ ആഘാതം എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 90 ആളുകൾ കൊല്ലപ്പെടുന്നു, 100 കണക്കിന് ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുന്നു. അപ്പോൾ അവിടെ ദെയ്ഫ് ഉണ്ടായിരുന്നു. ദെയ്ഫിനെ ടാർഗറ്റ് ചെയ്താണ് ഞങ്ങൾ ബോംബിട്ടിരിക്കുന്നത് ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ദെയ്ഫിനെ കുറിച്ച് ഇസ്രായേലി മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷവാചകമുണ്ട്. എ കാറ്റ് വിത്ത് 9 ലൈഫ്സ് എന്നാണ് പറയുന്നത്. 9 ജന്മങ്ങളുള്ള പൂച്ച എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇതിനകം തന്നെ 7 അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നത്. വാക്കിംഗ് ഗോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അറിയില്ല, കാരണം അദ്ദേഹം ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാറില്ല. ചിത്രങ്ങൾ 1-2 ചിത്രങ്ങളെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൂ. പഴയതാണല്ല, അതും പഴയതാണ്. ഇപ്പോൾ 59 വയസ്സായി. ഈ വരുന്ന ചിത്രങ്ങളൊക്കെ വളരെ യങ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറേ കാലത്തിന് ശേഷം ആളുകൾ കേൾക്കുന്ന ഒക്ടോബർ 7 ഒക്ടോബർ 7 അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഹമാസിൻ്റെ TV ചാനലുണ്ട്, അലക്സ TV, അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഈ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള. അപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറം ലോകം കേൾക്കുന്ന അന്ന് മാത്രമാണ്. അപ്പം 2002 മുതൽ ഈ ഹമാസിൻ്റെ മിലിറ്ററി വിങ്ങാണ് ഖസ്സാം ബ്രിഗേഡ്, അതിൻ്റെ ചീഫ് കമാൻഡറായിട്ട് അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്? 2002 സലാഹ് ഷഹാദ എന്ന് പറഞ്ഞിട്ടുള്ള സുപ്രീം കമാൻഡർ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പോൾ സലാഹ് ഷഹാദ എങ്ങനെയാണ് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്? അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന യഹിയ അയ്യാഷ് അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പോൾ ഓരോ പുതിയ നേതാക്കന്മാർ വരുന്നത് പോലും പലപ്പോഴും പഴയ നേതാക്കന്മാർ കൊല്ലപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് കൊല്ലപ്പെടുക എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായിട്ടൊരു കാര്യമല്ല, അല്ലെങ്കിൽ നേതാക്കന്മാർ കൊല്ലപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിലിറ്ററി ടാർഗറ്റ് സ്ട്രാറ്റജി എന്ന നിലക്കാണ് അവർ നേതാക്കളെ കൊല്ലുന്നതെങ്കിൽ അത് ഫ്യൂട്ടൈലാണ്, അത് ഫലം ചെയ്യുന്നില്ല എന്നത് ഇതിനകം 84 മുതൽ ഹമാസ് രൂപീകരിച്ച കാലം മുതൽ തെളിയിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. പ്രഭാകരനെ കൊന്നതുകൊണ്ട് LTT ഇല്ലാതായതുപോലെ, അല്ലെങ്കിൽ ഭിന്ദ്രൻവാലയെ കൊന്നതുകൊണ്ട് ഖലിസ്ഥാൻ മൂവ്മെൻറ്റ് ഇല്ലാതായതുപോലെ ഈ പലസ്തീൻ മൂവ്മെൻറ്റ് ഇല്ലാതാവുന്നില്ല. കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ദെയ്ഫിനെ ഇസ്രായേൽ കൊന്നു എന്ന് വിചാരിക്കുക, യഥാർത്ഥത്തിൽ കൊന്നു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് പലസ്തീൻ മൂവ്മെൻറ്റിന് പ്രത്യേകിച്ചൊരു ആഘാതം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതാണ് അവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ അടുത്ത നേതാവ് ആ കൊടി ഏറ്റെടുക്കുക എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ ദെയ്ഫിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. 7 അസാസിനേഷൻ അറ്റംപ്റ്റ് അദ്ദേഹത്തിന് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെടുന്നുണ്ട്, 3 വയസ്സുള്ള കുഞ്ഞ് കൊല്ലപ്പെടുന്നുണ്ട്, 7 മാസം പ്രായമായ ഇദ്ദേഹത്തിൻ്റെ മകളെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നതിന് ശേഷവും 2002 മുതൽ ഇദ്ദേഹം ഇതിൻ്റെ ചീഫ് കമാൻഡറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷനിൽ ദെയ്ഫ് കൊല്ലപ്പെടും എന്നായിരുന്നു ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കൊല്ലപ്പെട്ടില്ല. ദെയ്ഫ് അദ്ദേഹം മിലിറ്ററി ഓപ്പറേഷൻസ് ഇപ്പോഴും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹമാസ് കമ്മ്യൂണിക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ഖാൻ യൂനിസ് ബ്രിഗേഡിൻ്റെ തലവനായിട്ടുള്ള റഫ സൽമ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹം രക്തസാക്ഷിയായിരിക്കുന്നു. പക്ഷേ ദെയ്ഫ് ഈസ് ഫൈൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഈ പറയുന്ന ടാർഗറ്റഡ് അസാസിനേഷൻ എന്ന് പറയുന്ന ആ പോളിസി അത് 84 മുതൽ അതിനു മുമ്പ് ഈ PLO ഫത്തഹ് യാസർ അറഫാത്തിൻ്റെ പ്രസ്ഥാനത്തിനെതിരെയും ഇതേ സ്ട്രാറ്റജി അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലമായി പരാജയപ്പെട്ടൊരു സ്ട്രാറ്റജിയാണിത് എന്ന് എന്തുകൊണ്ട് ഇസ്രായേൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നേതാക്കന്മാരെ കൊല്ലുക, ആളുകളെ കൊല്ലുക, കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുക, വംശഹത്യ നടത്തുക. ഏതാണ്ട് ഒരു 1917 മുതൽ തുടങ്ങിയൊരു പ്രോജക്റ്റാണ് ഇസ്രായേലിൻ്റെ ഈ കോളനൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 100 വർഷം കൊണ്ട് സാധാരണഗതിയിൽ ഏത് കോളനൈസേഷൻ പ്രോജക്റ്റും നോർമലൈസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ലോകത്ത് പലയിടത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തിബത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. തിബത്തിനെ കുറിച്ച് തിബത്തുകാർ പോലും സംസാരിക്കുന്നില്ല. കാരണം തിബത്ത് ചൈനയുടെ ഭാഗമായി നോർമലൈസ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ 100 വർഷമായി ഇക്കണ്ട അതിമാരകമായ അതിഭീകരമായ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും വംശഹത്യകളും ഈ ടാർഗറ്റഡ് അസാസിനേഷൻസും എല്ലാം നടത്തിയിട്ടും ഈ പ്രോജക്റ്റ് ഇസ്രായേലിൻ്റെ കോളനൈസേഷൻ പ്രോജക്റ്റ് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ദെയ്ഫിനെ ഞങ്ങൾ കൊന്നു, അല്ലെങ്കിൽ ദെയ്ഫിനെ കൊല്ലാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മറ്റൊരു വങ്കത്തരം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ഈ ദെയ്ഫിനെതിരെ 7 തവണ വധശ്രമം ഉണ്ടായെന്ന് പറയുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊരു കണ്ണിന് കാഴ്ചയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ അതിൻ്റെ കമാൻഡർ പദവിയിൽ അദ്ദേഹം തുടരുകയാണ്. അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നുന്നൊരു കാര്യം, ഇയാൾ ശരിക്കും മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ചു കാണും എന്നാണ് പറയുന്നത്. മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല. ഹമാസ് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്ന് പോലും, അത് ഇത്രയും പ്രഹരശേഷിയും ഇത്രയും വില കൂടിയതുമായ ആയുധം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രിസിഷൻ അറ്റാക്കാണ് നടത്തുന്നത്. വെറുതെ കൊണ്ടുപോയി ബോംബിടുകയല്ല, ആളെ കൊല്ലാൻ വേണ്ടി തന്നെ അവിടെ തന്നെ
അയാൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണല്ലോ അങ്ങനെ ചെയ്യുക. അതും കൊളാട്രൽ ഡാമേജ് ഇസ്രായേൽ വിളിക്കുന്ന 90 പേരെ കൊന്നിട്ടാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അത് കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ ഇസ്രായേലിനാവുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു ഇൻ്റലിജൻസ് പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്കത് കഴിയുന്നില്ല. അയാൾ എവിടെയുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല, അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൈഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇന്ന് ഹാരറ്റ്സിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ വിദഗ്ധനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് അങ്ങനെ പൂർണ്ണമായ സമയത്ത് ഈ പറയുന്ന തുരങ്കങ്ങളിൽ ജീവിക്കാൻ ദൈഫിന് കഴിയില്ല. ഒരു ഫ്രഷ് എയറിന് വേണ്ടി അദ്ദേഹം എപ്പോഴെങ്കിലൊക്കെ ഇനിയും പുറത്തിറങ്ങും, ഇനിയും അതിന് സൗകര്യമുണ്ട്, ഇനി നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിലൊരു പ്രശ്നം, നമ്മൾ ഈ ഗസയെക്കുറിച്ച് കഴിഞ്ഞ ഒക്ടോബർ മുതൽ നിരന്തരം നമ്മളെ പറ്റിയുള്ള ഒരു പഴി കൂടി അതാണ്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി സംസാരം കുറയുന്ന ഒരു സമയമുണ്ട്, ഇതിൻ്റെ ഒരു ഡെൻസിറ്റി കുറയുന്ന ഒരു സമയം, കൂടുതലായി നമ്മൾ സംസാരിക്കാത്ത സമയം, വലിയ ഇടവേളകൾ വരുന്ന സമയം. ഈ സമയങ്ങളിലെല്ലാം അവിടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് UN തന്നെ ഒരു വെടിനിർത്തൽ പ്രമേയം അംഗീകരിച്ചതിന് ശേഷം ആ വെടിനിർത്തൽ പ്രമേയം UN രക്ഷാസമിതിയാണ് ആ വെടിനിർത്തൽ പ്രമേയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് ശേഷം ഒട്ടുമിക്ക UN സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളും ഈ വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചതിന് ശേഷം ലോകരാജ്യങ്ങൾ മുഴുവൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനകത്തുള്ള ഏറ്റവും വലിയ ചർച്ച എന്താണെന്ന് വെച്ചാൽ ഈ ദൈഫിനെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് ഹമാസ് എങ്ങാനും വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിന്മാറിക്കളയുമോ എന്ന ഒരാശങ്കയാണ്. അങ്ങനെ ചെയ്യുമോ അവർ? അതല്ല അവർ ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ വെടിനിർത്തൽ ചർച്ചയിൽ തുടർന്നുണ്ടാവും. അങ്ങനെ ആളുകളെ കൊന്നാൽ, ഈ നേതാക്കന്മാരെ കൊന്നു കഴിഞ്ഞാൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് പങ്കാളിയാവുമോ, സഹകരിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേലിനകത്തുള്ള ചർച്ച. ആ ചർച്ച വരുന്നത് എന്തുകൊണ്ടാണ്? ഹോസ്റ്റേഴ്സിനെ മുഴുവനായി ഇനിയും വിട്ടുകിട്ടിയിട്ടില്ല, യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ള ഇസ്രായേലിനകത്തുള്ള ആഭ്യന്തരമായ തർക്കം കൊണ്ടാണത്. അങ്ങനെ കൊല്ലാമോ, അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് പിന്മാറി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു വെടിനിർത്തൽ 2024 സാധ്യമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു വെടിനിർത്തൽ സാധ്യമാവില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു അവസാനത്തെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. ഇതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ എത്രയോ ആക്രമണങ്ങൾ ഗസയ്ക്ക് മേൽ നടന്നിട്ടുണ്ട്, എത്രയോ ആക്രമണങ്ങൾ. ഈ ആക്രമണങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം 1-2 മാസം കുറേ ആളുകളെ കൊന്നു തീർക്കുക, തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. ഇതങ്ങനെയല്ല. എന്താണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ 7-8 മാസമായിട്ട് ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മാസമല്ല, 1 വർഷം ആവാൻ പോവാണ്. ഇത് തന്നെയാണ് ചോദിച്ചത്, എന്താണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് നോക്കുമ്പോൾ ആ ലക്ഷ്യം എന്താണെന്ന് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ ആരെങ്കിലും കഴിയുന്നുണ്ടോ? എന്താണ് ലക്ഷ്യം? ഗസയെ മുഴുവൻ ആളുകളെയും വകവരുത്തി അവിടെ മൊത്തം ഇടിച്ച് നിരപ്പാക്കി ഇസ്രായേലിൻ്റെ ഭാഗമായി അനക്സ് ചെയ്യുക എന്നുള്ളതാണോ ലക്ഷ്യം? അങ്ങനെ അത് സാധിക്കുമോ? 10-22 ലക്ഷം മനുഷ്യരെ ഇങ്ങനെ ബോംബിട്ട് മാത്രം കൊല്ലാൻ കഴിയുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ബോംബിട്ട് കൊന്നു തീരാത്തവരെ ഇനി അഭയാർത്ഥി ക്യാമ്പുകളിലിട്ട് കൊന്നു തീർക്കാൻ കഴിയുമോ? അത് നടക്കില്ല. അപ്പോൾ ഇത് ഒരുതരം ഇസ്രായേലിൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നും ചെയ്യാൻ ഇസ്രായേലിന് ഇല്ല. ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ മാത്രം ആവശ്യമല്ല. ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കാൻ തന്നെ ഈ യുദ്ധം നിലനിന്നേ പറ്റൂ. കാരണം ഇതൊരു സർവൈവൽ ബാറ്റിലാണ്. വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു രാജ്യം വേറെ ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവരെന്തും ചെയ്യും, കൊല്ലുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള വഴി. അത് നേതാക്കളെ കൊല്ലുക, കുഞ്ഞുങ്ങളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മേൽ ബോംബിടുക. അതിൽ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒക്ടോബർ 7 മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസിൽ ഇന്ന് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബ്രിട്ടനിൽ പുതുതായി ചുമതലയേറ്റ സർക്കാർ, ആ സർക്കാരിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ന് ഇസ്രായേലിൽ വന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നതോടൊപ്പം തന്നെ ഫലസ്തീൻ വിദേശകാര്യമന്ത്രിയെ കൂടി കണ്ടിരിക്കുന്നു. അതായത് സാധാരണ രീതിയിൽ ഈ പറയുന്ന നാറ്റോ അംഗങ്ങളായ ഒരു രാജ്യങ്ങളും ഇതുവരെ, അത് അമേരിക്ക ആവട്ടെ, മറ്റേത് നാറ്റോ അംഗരാജ്യമാവട്ടെ, ഫ്രാൻസ് ആകട്ടെ, ജർമ്മനി ആകട്ടെ, അവരൊക്കെ വന്നു പോകുക എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ കണ്ട് കൈകുലുക്കി പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, നെതന്യാഹുവിനെ കണ്ട് കൈകുലുക്കിയോടൊപ്പം ഫലസ്തീൻ വിദേശകാര്യമന്ത്രി കൂടി കണ്ട് വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഗസയുടെ പുനർനിർമ്മാണം ഊർജ്ജസ്വലമാക്കണമെന്നും അവിടേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും ഒന്ന് മാത്രമല്ല അവർ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയ്ക്ക് വേണ്ടി ബ്രിട്ടൻ ഒരു പാക്കേജ് കൂടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. യെസ്, എന്തായാലും ഗസയിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. അവർക്ക് വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് ഇന്നും ആവർത്തിച്ച് പറയാനുള്ള കാര്യം.